അപ്പൊ നമ്മൾ സാധാരണയായിട്ട് ഈ നാടികളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇട പിങ്കള ഇത് രണ്ടുമാണ്, അല്ലെങ്കിൽ സൂര്യനാടി ചന്ദ്രനാടി എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ സുഷുമ്നയെ കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങ് പറഞ്ഞ വേറെ ചില നാടികളുടെ പേര് പരാമർശത്തിൽ ഇടയ്ക്ക് വന്നു. അപ്പൊ പ്രധാനപ്പെട്ട നമ്മൾ പറയുന്നത് 72,000 നാടികളുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും ഇതായിട്ട് നിൽക്കുന്ന, പ്രഗത്ഭമായിട്ട് നിൽക്കുന്ന, ഏറ്റവും പ്രാധാന്യത്തോടെ നിൽക്കുന്ന നാടികൾ ഏതൊക്കെയാണ്? ഉപനാടികൾ ഒത്തിരി ഉണ്ട്. ഉപനാടികള് ഉദാഹരണത്തിന് നമഃ ശിവായ. ഉപനാടികള് ഉദാഹരണത്തിന് ഈ പറയുന്ന ഇട പിങ്കല സുഷുമ്ന തമ്മിൽ സംഗമിക്കും. നമ്മുടെ ഇപ്പൊ പ്രയാഗ്രാജില് ഗംഗാ യമുന സരസ്വതി സംഗമം നടന്നു, മഹാകുംഭമേള. ഞാനും പോയിരുന്നു. പിന്നെ ഇവിടെ ഇപ്പം വീണ്ടും നമ്മുടെ കേരളത്തിൽ ഒരു കുംഭമേള നടക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ ഉള്ളിൽ ഒരു കുംഭമേള നടക്കുന്നുണ്ട്. ഇട പിങ്കല സുഷുമ്നകൾ സംഗമിക്കുന്നുണ്ട്. ആ സംഗമം നടക്കുന്നത് ആഗ്നേയിലാണ്. ആഗ്നയിൽ നിന്ന് ഇത് മൂന്നും ഒന്നായി മുകളിലേക്ക് പോകുന്നുണ്ട്. ഇതിനെ ബ്രഹ്മനാടി എന്ന് പറയും. ബ്രഹ്മനാടി അത് താമരയുടെ തണ്ടാണ്. ആ നാടി താമരയുടെ തണ്ടാണ്. അതിന്റെ മുകളിലാണ് പത്മനിധിയാണ്. അപ്പൊ അത് ബ്രഹ്മനാടി. പിന്നെ ലക്ഷ്മി നാടിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞാല് ഇന്ദ്രനാടിയുണ്ട്. അധികാരപ്രാപ്തി കൈവരുന്ന മറ്റൊരു നാടിയുണ്ട്. ഇതെല്ലാം ഉപനാടികളാണ്. വശ്യനാടിയുണ്ട്. ഇതെല്ലാം ഉപനാടികളാണ്. ഈ ഉപനാടികള് ഭൈരവനാടിയുണ്ട്. ഉപനാടികള് പലപ്പോഴും സ്പെഷ്യൽ പ്രാക്ടീസുകളിലൂടെയാണ് ഒരാൾ ആക്റ്റീവ് ആവുന്നത്. അല്ലെങ്കിൽ ജന്മസിദ്ധമായിട്ട് ആ ഒരു നാടിയിലൂടെയുള്ള പ്രാണസഞ്ചാരം നടക്കണം. കുബേര നാടിയുണ്ട്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം അംബാനിയുടെ മകൻ കുബേര നാടി ജനിച്ചു എന്ന് പറയാം. അല്ലെങ്കിൽ പക്ഷെ അംബാനിയിൽ ഈ പറയണത് കുബേര നാടിയിൽ അദ്ദേഹം ജനിച്ചതല്ല, അദ്ദേഹത്തിന്റെ ഇടശരത്തിനെ അദ്ദേഹം പ്രവർത്തിപ്പിച്ചെടുത്തതാണ്. അങ്ങനെ എടുക്കാം. വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചു പറയുന്ന പോലെ ആ ഒരു അവസ്ഥയെ ജനിക്കുക, നിലനിർത്തി പോവുകയും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാടി ജന്മസിദ്ധമായി തന്നെ പ്രവർത്തനക്ഷമമാകും. ഇത് ഉപനാടികൾ പലതും നമ്മൾ പ്രവർത്തനക്ഷമാവാറില്ല. പ്രധാനമായിട്ടും നാടികളുടെ പ്രവർത്തനം നടക്കുന്നത് ഇട പിങ്കല സുഷുമ്ന ഈ മൂന്ന് നാടികളിലാണ്. അതങ്ങ് പറഞ്ഞതുപോലെ തന്നെ ചന്ദ്രനാടി, സൂര്യനാടി, പിന്നെ ഈ പറയുന്ന സരസ്വതി നാടി, സമശരം, ഇത് മൂന്നുമാണ് നമ്മൾ സാധാരണ. അതെ, സരസ്വതി നാടി. അതായത് ഇടനാടി എന്ന് പറഞ്ഞാൽ ഇച്ഛാശക്തി, സുഷുമ്ന ജ്ഞാനശക്തി, ക്രിയാശക്തിയാണ് ഈ പറയുന്ന വലശരം. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപി. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നേടിയിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് ശരവും വർക്ക് ചെയ്താലേ നേടത്തുള്ളൂ. മൂന്ന് ശരവും വർക്ക് ചെയ്യേണ്ട രീതി വർക്ക് ചെയ്താലേ നേടത്തുള്ളൂ. അങ്ങൊരു വാഹനം വാങ്ങി. ആ വാഹനം ഒരു ദിവസം രാവിലെ നമ്മുടെ വീട്ടിന്റെ മുന്നിൽ ഇരുന്നതല്ല. ആദ്യം വാഹനം വേണം എന്നുള്ള ഒരു ഇച്ഛ ഉണ്ടായി. ആ ഇച്ഛ ഉണ്ടായത് ഇടശരത്തിലാണ്. ആ ഏത് വാഹനം വേണം, അതിനുള്ള ഫണ്ട് എങ്ങനെ കണ്ടെത്തണം, അത് എങ്ങനെ സ്വന്തമാക്കണം എന്നുള്ള അറിവ് സമ്പാദിച്ചു. അത് പ്രവർത്തിച്ചത് ജ്ഞാനത്തിലാണ്. ആ ഇച്ഛയെയും ജ്ഞാനത്തിനെയും സമന്വയിച്ചുകൊണ്ട് നിങ്ങൾ ആക്ഷനിലേക്ക് പോയപ്പോഴാണ് ക്രിയ ഈ പറയുന്ന അത് പ്രവർത്തിച്ചത്. ഇതിപ്പോ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി നമുക്ക് നമ്മുടെ മൂന്ന് നാടികളിലൂടെ പ്രവഹിക്കുന്ന പ്രാണനായും കാണാം. ഒരു സാമാന്യ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഇത് മൂന്ന് ദേവിമാരായിട്ടും കാണാം. ലക്ഷ്മി, സരസ്വതി, കാളി എന്ന് വിളിക്കും. അപ്പൊ അവിടെ പച്ച സാരി ഉടുത്ത ദേവി, വെള്ള സാരി ഉടുത്ത ദേവി, പിന്നെ ഈ ചുവപ്പ് സാരി ഉടുത്ത ദേവി എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോകും ഭക്തിയുടെ തലത്തിൽ. പക്ഷെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പ്രാണനിൽ ഈ മൂന്ന് എനർജി ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ശരയോഗി എന്ന് പറയുന്ന തലത്തിലേക്ക് വരും. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി നമ്മുടെ ഉള്ളിലെ കുണ്ടലിനി ശക്തിയാണ് നമ്മൾ തിരിച്ചറിയും. അതിലേക്ക് നമ്മൾ എത്തി. അവിടെയാണ് റിയൽ മാനിഫെസ്റ്റേഷൻ ഹാപ്പൻസ് ദെയർ. ഇത് മൂന്നും വർക്ക് ചെയ്താലേ മാനിഫെസ്റ്റേഷൻ, നമ്മൾ ഈ എന്ത് കാര്യവും മാനിഫെസ്റ്റഡ് ആവത്തുള്ളൂ. അത് പ്രാണതലത്തിലാണ് സംഭവിക്കുന്നത്, നോട്ട് ഇൻ മൈൻഡ് ലെവൽ. അതതിന്റെ വ്യത്യാസം. അപ്പൊ നമ്മൾ ഈ സയൻസിന്റെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ നാരായണ ഗുരുദേവന്റെ നവരത്ന മഞ്ജരിയിലൊക്കെ പറയുന്ന പോലെ, അപ്പൊ അതിനകത്ത് നമ്മുടെ ശിവൻ എന്ന് പറയുന്നതിനെ ഒരു സ്റ്റേറ്റിക് ആയിട്ടുള്ള എനർജി ആയിട്ട്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ടും, ദേവിയെ നമ്മൾ ഇപ്പൊ മാനായതും ഭവതി മീനായതും ജനനി എന്ന് പറയുമ്പോൾ ഇതിലെല്ലാത്തിലും വിഹരിച്ചു നിൽക്കുന്ന ആ ഒരു രൂപം എന്ന് പറയുന്നത് ദേവി ഭാവമാണ് കാണുന്നത്. അപ്പൊ ലളിതാ സഹസ്രനാമത്തിലും നമ്മൾ കാണുന്നത് ഇപ്പൊ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി എന്ന് പറയും. അപ്പൊ നമ്മുടെ ഉള്ളിലെ ശരമായി പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ദേവി തന്നെയാണോ? തീർച്ചയായും.
ശക്തിയില്ലെങ്കിൽ ശിവം ശവം എന്ന് പറഞ്ഞല്ലയോ നമ്മുടെ സൗന്ദര്യലഹരി തന്നെ ഉം, അവസാനിക്കുന്നു. ഉം, ഉം. അപ്പോൾ നമ്മുടെ ഉള്ളില് നമ്മെ ശവമല്ലാതാക്കി ശിവമാക്കി നിർത്തിയിരിക്കുന്ന ആ ഊർജ്ജമാണ് ഉം. ശക്തി എന്ന് പറയുന്നത്. ഉം. നമ്മുടെ ഉള്ളില് ശരിക്കും അങ്ങേത് ചോദിച്ചത് കൊണ്ട് മാത്രം പറയുന്നത്, നമ്മുടെ ഉള്ളില് പ്രാണന്റെ സഞ്ചാരഗതിക്ക് അനുസരിച്ചാണ് ഈ ഊർജ്ജങ്ങളെല്ലാം ഡെവലപ്പ് ആകുന്നത്. അതെ. ഈ ഊർജ്ജങ്ങളല്ലാതെ പുറത്തിരിക്കുന്നതല്ല. ഉം. ഇപ്പോ ശിവലിംഗം റിസംബിൾസ് ട്രയാങ്കിൾ. ഉം. ഉം. അത് ശിവലിംഗം എന്ന് പറയുന്ന മാസ്കുലിൻ എനർജിയാണ്. ഉം. ശിവൻ എന്ന് പറയുന്നത് മാസ്കുലിനാണ്. അതെ. അത് ട്രയാങ്കിൾ ആണ്. ഉം. ശക്തി എന്ന് പറയുന്നത് ഇൻവെർട്ടഡ് ട്രയാങ്കിൾ ആണ്. ഉം. Feminine. വിപരീത ത്രികോണം. നമ്മള് ഗുവാഹട്ടിയിൽ പോയി കഴിഞ്ഞാൽ, കാമാഖ്യ പോയി കഴിഞ്ഞാൽ അതെ, യോനി പൂജ. അവിടെ ഇൻവെർട്ടഡ് ട്രയാങ്കിൾ വിപരീത ത്രികോണമാണ്. ഉം. ഇനി ഈ ട്രയാങ്കിളിനെയും ഈ ഇൻവെർട്ടഡ് ട്രയാങ്കിളിനെയും തമ്മിൽ ചേർത്ത് വെച്ച് നോക്കും, സ്റ്റാർ ആവുന്നു. സ്റ്റാർ ആകും. അപ്പൊ അതിന് 6 ഭുജങ്ങളുണ്ടാവും, ഉം. ഷഡ്ഭുജം ആവും. ഉം. ശിവനും ശക്തിയും ചേർന്നപ്പോ 6 മുഖം ഉണ്ടായി. അതെ. അത് മുരുകൻ. അതെ. അത് മുരുകൻ. ഉം. ഈ പ്രാണൻ ഈ പറഞ്ഞ എല്ലാ ഡയമെൻഷനിലും പ്രാണൻ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഉം. ഇതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ശിവനെ ഉണർത്താം, ശക്തിയെ ഉണർത്താം, മുരുകനെ ഉണർത്താം. ഉം. ഇനി മറ്റൊരു ഡയമെൻഷനിൽ ഇതിനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ശാസ്താവും ഉണരും. ഉം. എല്ലാ ശക്തികളും 33 കോടി ദൈവങ്ങളും നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഉം. ഉം. അതായത് കൃഷ്ണചരിതം നമ്മൾ വായിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ കുഞ്ഞായിരുന്നപ്പോൾ മണ്ണ് വാരി കഴിച്ചു. അത് കണ്ട് യശോദാമ്മ ഭയന്നുപോയി. കണ്ണന്റെ വായ നിർബന്ധിച്ച് തുറന്നു നോക്കിയപ്പോൾ അമ്മ കണ്ണന്റെ ഉള്ളിൽ കണ്ടു 14 ലോകങ്ങളും 33 കോടി ദൈവങ്ങളും മഹാപ്രപഞ്ചത്തെ കണ്ണന്റെ ഉള്ളിൽ കണ്ടു എന്ന് പറയുമ്പോൾ അമ്മ മോഹാലിസപ്പെട്ടു എന്നൊക്കെയാണ് കഥ. ഇത് വായിക്കുന്ന ഒരു ഭക്തൻ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതാവും, ആവേശഭരിതനാവും. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഡീകോഡ് ചെയ്യണം. നീ അന്വേഷിക്കുന്ന 14 ലോകവും, നീ അന്വേഷിക്കുന്ന 33 കോടി ദൈവവും, നീ അന്വേഷിക്കുന്ന മഹാപ്രപഞ്ചവും നിന്റെ ഉള്ളിൽ ഇരിക്കുന്നു എന്നല്ലേ ഭഗവാൻ കാണിച്ചത്, അല്ലേ? അപ്പോ ഈ പറയുന്നത് നമ്മളെപ്പോഴും കഥകൾക്കുള്ളിലെ നമുക്ക് വരികൾ വായിക്കാൻ പറ്റണം. ഈ പറയുന്ന പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പലതിനകത്തും അന്തർലീനമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ അന്തർലീനമായിരിക്കുന്ന രഹസ്യത്തെ നമുക്ക് ഡീകോഡ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് നമുക്ക് പ്രാണതലത്തിലേക്ക് എടുക്കാൻ പറ്റും. മുരുകൻ എന്ന് പറയുമ്പോൾ മുരുകൻ പളനി പോയാലേ മുരുകനുള്ളൂ എന്ന് നമ്മൾ സങ്കല്പിക്കുന്നിടത്താണ് നമ്മൾ മാനസിക തലത്തിൽ നിൽക്കുന്നത്. മുരുകൻ നമ്മുടെ ഉള്ളിൽ ഈ പറയുന്ന ത്രികോണത്തിലും വിപരീത ത്രികോണത്തിലും നമ്മുടെ ശരഗതി സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുമിച്ച് സംഭവിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. മുരുകോർജം ഉണരും, ഉള്ളിലെ മുരുകൻ ഉണരും, ഉള്ളിലെ മുരുകൻ ഉണരും. അപ്പൊ അതിന് വ്യത്യസ്തമായ വിധാനങ്ങൾ ശരയോഗയിലുണ്ട്. 113 വിധാനങ്ങളുണ്ട്. ആ വിധാനം അനുസരിച്ച് തന്നെ നമ്മൾ നേരത്തെ അങ്ങ് എന്നോട് പറഞ്ഞില്ലേ, ഈ ബസ് ബ്ലോക്ക് വരുമ്പോ ഗതി മാറ്റും, ഇതൊക്കെ അതിന്റെ ഒരു കിൻഡർ ഗാർഡൻ സ്റ്റെപ്സ് ആണ്. ഇതിന്റെ യഥാർത്ഥ വിധാനത്തിലേക്ക് വളരെ അപൂർവം പേരെ പോകുന്നുള്ളൂ. യഥാർത്ഥ ശരയോഗ വിധാനം പഠിച്ചതും പഠിപ്പിക്കുന്നതും എൻ്റെ അറിവിൽ വളരെ ചുരുക്കമാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ പേര് ശരയോഗ പഠിക്കുന്നത് ഈ തമിഴ്നാട്ടിൽ നിന്ന് സിദ്ധ കൾച്ചറിൽ നിന്നാണ് വരുന്നത്. അവിടെ പലപ്പോഴും അവിടെ ഒറിജിനൽ ശരയോഗ വിധാനത്തിൽ പഠിപ്പിക്കുന്ന തേരയ്യർ സ്വാമിയുടെ കുടുംബമൊക്കെ ഉണ്ട് മധുരയിൽ. അവരുടെ പിൻതലമുറക്കാരൊക്കെ ഉണ്ട്. അല്ലാതെയുള്ള പലരും ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുമുക്കിക്കൂടെ ശ്വാസം കൂടുതൽ വന്നാൽ ഇടശരം ആക്റ്റീവ്, വലതുമുക്കിക്കൂടെ ശ്വാസം കൂടുതൽ വന്നാൽ വലശരം ആക്റ്റീവ് എന്നൊക്കെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. നമ്മള് വലശരം എന്ന് പറയുന്നത് സൂര്യശരമാണ്, ശരീരകാരകനാണ്. വലശരത്തിൽ കൂടി പ്രാണന്റെ സഞ്ചാരം ശരിയായിട്ട് നടന്നു കഴിഞ്ഞാൽ അവന് ശാരീരികമായിട്ട് ആരോഗ്യാവസ്ഥ ഉണ്ടാവും. ശാരീരികമായിട്ട് അവൻ ആരോഗ്യാവസ്ഥയിൽ തുടരേണ്ടതാണ്. RCCയിലേക്ക് പോയിട്ട് 10 രോഗികളെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ 10 ചിലപ്പോൾ 6 പേരുടെയും ശരം വലശരത്തിലായിരിക്കും. പിന്നെ എന്തുകൊണ്ട് അവരിൽ ആ വലശരത്തിന്റെ ഗുണം കാണാത്തത്? അപ്പൊ കേവലം മൂക്കിലൂടെ വരുന്ന ആ ശരം അല്ല ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാതെയാണ് ഈ പറയുന്ന നമ്മൾ പുസ്തകം നോക്കിയും യൂട്യൂബ് നോക്കിയും നമുക്ക് ശരയോഗ പഠിക്കാൻ പറ്റില്ല. നമുക്ക് ശരയോഗ വിധാനം, ശരിയായ ശരയോഗ വിധാനം ഒരു ഗുരുപരമ്പരയിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. അങ്ങനെ പഠിക്കാൻ പാടുള്ളൂ. ഈ മുരുകനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് പിന്നെ ഒരു ചോദ്യം ചോദിക്കുന്നു. കാരണം ഇപ്പോഴും ഈ മുരുക യുഗമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ. അപ്പൊ അദ്ദേഹത്തിന്റെ സെഷൻസ് നമ്മൾ ചെയ്തു. പിന്നെ ഇപ്പോഴും അത് കുറച്ചുകൂടി വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ പല ആൾക്കാർക്കും അങ്ങനെ ചില ആൾക്കാരെ വിളിച്ച് പറഞ്ഞു അതിലെന്തെങ്കിലും ഇതുണ്ടോ, അതിലങ്ങനെ അത് മാത്രം അത് ദൈവങ്ങൾ തമ്മിലുള്ള ഒരു ഡിവിഷൻ അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ ചിദാനന്ദപുരി സ്വാമിയോട് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് അറിയില്ല എന്ന് പറഞ്ഞു. യുഗങ്ങൾ എന്ന് പറയുന്നത് 4 യുഗങ്ങളാണ്, അത് വീണ്ടും വരുന്നു എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡൈറ്റി ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഡോമിനേറ്റ് ചെയ്യുമോ? ഇപ്പൊ ഈ കുമരികണ്ഠം എന്ന് പറഞ്ഞിട്ട് തമിഴ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരിത് പറയുന്നത്. അപ്പൊ അതിന്റെ ഈ മുരുകന്റെ പ്രാധാന്യം എന്താണെന്നുള്ളതൊന്ന്. മുരുകൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ
ബഹുദൈവങ്ങളിൽ ഒരു ദൈവമായിട്ട് മുരുകനെ കാണുമ്പോഴാണ് ഈ പ്രശ്നം. ഉം. ഈ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഊർജ്ജമായിട്ട് മുരുകനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ കൺഫ്യൂഷൻസ് ഇല്ല. അതെ. ഈ ചോദ്യങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നത് മാനസിക തലത്തിൽ നിന്നാണ്. ഉം. മുരുക യുഗം എന്ന് ഇപ്പോ പണ്ട് കാലത്തും ശൈവന്മാരും വൈഷ്ണവന്മാരും ഉണ്ടായിരുന്നു അല്ലേ, അതെ. ശാക്തേയന്മാരും ഉണ്ട്. ഉം. അപ്പോ ഇവിടെ ഈ പറയുന്ന മുരുകൻ എന്ന് പറയുന്ന ഊർജത്തെ എന്ന് പറയുന്ന ഭാവത്തിലേക്ക് കണക്ട് ചെയ്ത് പോവുക, അതിന്റെ ഭക്തിയുടെ തലത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ മാനസിക തലമാണ്. ഉം. ആ തലം തെറ്റൊന്നുമല്ല, ഉം. പക്ഷെ അതിന് അതീതമായ ഒരു തലമുണ്ട്. മുരുകൻ അതിന് അതീതമായ ഒരു തലമുണ്ട്, ഉം. ഒരു ബോധമുണ്ട്. ഉം. ഇപ്പൊ സ്വന്തം അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് ഞാനും തേടി പോയി, ഞാനെപ്പോഴും അന്വേഷിച്ചു പോയ ആളാണ് ഞാൻ അദ്ദേഹം. പറയാൻ വരികയായിരുന്നു. അമ്മയുണ്ടല്ലോ ആ പാട്ടുപാടി അവയാർ. അതെ അതെ അതെ. അപ്പൊ ഇയാളുമായിട്ട് സംവാദത്തിൽ അദ്ദേഹം അതെ അതെ, അവയാറുമായിട്ടുള്ള സംവാദത്തിൽ പറയുന്നുണ്ട്. അവയാർ എവിടെയാ മുരുകനെ കണ്ടത്? ഉം. അവയാർ ഹൃദയത്തില്. ആ ഹൃദയത്തിലാ മുരുകനെ കണ്ടത്. അതെ. ഞാൻ അതാ പറഞ്ഞത് ഷഡ്ഭുജം. ഉം. ഞാൻ അതാണ് പറഞ്ഞത് ഷഡ്ഭുജം. ഉം. അതായത് പക്ഷെ ഇതിപ്പോ അങ്ങനല്ല, ഇതിപ്പോ ഒരു വീരഭാവത്തിൽ അവതരിപ്പിച്ചിട്ട് കയറി വാട, അത് കണ്ടിട്ടാണ് ചില ആൾക്കാർ അതെ, അതെ, അത് ഞാൻ പറഞ്ഞ- തകർത്തുകളെ നശിപ്പിച്ചില്ല അങ്ങനെയൊക്കെയുള്ള ഒരു ധാരണയിലേക്ക് പോകുന്ന മുരുകനെ ഒരു പോരാളിയായിട്ട് നിർത്തിക്കൊണ്ടൊക്കെ ഉള്ള ഒരു സങ്കല്പമാണ് അത്. അതായത് പെട്ടെന്ന് നമ്മുടെ ഒരു ഹീറോയിക് എലമെന്റിലേക്ക് വരുന്ന ഒരു ഭാവം. അതിന്റെ ഉത്തരവാണ്. അത് മാനസിക തലമാണ്. ഉം. അത് മാനസിക തലമാണ്. മാനസിക തലത്തിൽ തന്നെയാണ് നമ്മുടെ ഭക്തി എല്ലാം പ്രവർത്തിക്കുന്നത്. ഉം. ഒരു സാധാരണ മനുഷ്യൻ മാനസിക തലത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഉം. മാനസിക തലത്തിന് മുകളിലേക്ക് എത്തുമ്പോൾ ഈ പറയുന്ന പോലെ ഉണ്ണിക്കണ്ണൻ തന്നെ മോനായി വരുമെന്ന് പറയുന്നില്ല, ആ തലത്തിലേക്ക് എത്തും. അത് പ്രാണതലമാണ്. അതെ. അതിലേക്ക് എത്താൻ എത്ര പേർക്ക് പറ്റുന്നുണ്ടെന്നാണ്. ഉം. ഇപ്പോൾ നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് പോയി, ഗുരുവായൂരിലേക്ക് പോയി, അവിടെ കൃഷ്ണന്റെ വിഗ്രഹം നന്നായിട്ട് ഈ പറയുന്ന മുഴുക്കാപ്പൊക്കെ ചാർത്തിയിരിക്കുന്ന കാണുമ്പോൾ കണ്ണനെ കാണാൻ എന്ത് ഭംഗി എന്ന് പറയുന്നത് മനസ്സാണ്. ഉം. അതെ അതെ. അത് മനസ്സാണ്. അതെ. അതിനപ്പുറത്തേക്ക് കണ്ണൻ ഉള്ളിൽ വിളയാടുമ്പോൾ മാത്രമേ ഉണ്ണിക്കണ്ണൻ ഉള്ളിൽ വിളയാടുമ്പോൾ മാത്രമേ പ്രാണതലത്തിൽ കണ്ണന്റെ പ്രവർത്തനം നടക്കൂ, നടക്കൂ. കൃഷ്ണബോധത്തിലേക്ക് എത്തുള്ളൂ. ഉം. ഉം. അപ്പോൾ ഇവിടെ മുരുകന്റെ ഈ അങ്ങ് പറഞ്ഞതുപോലെ മാനസിക തലത്തിൽ ഒരു പരിവേഷം കൊടുത്തിട്ട് കാര്യമില്ല. ഉം. അതിനെ പ്രാണതലത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ അത് ശരിയായ മുരുകബോധമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ അതെ. അതിന് പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന ഒരു ക്ഷേത്രത്തിന്റെ പോലും പിൻബലം നമുക്ക് ആവശ്യമില്ല. അത് കാര്യം ചോദിച്ച ഒരാള് കുറച്ച് ഞാനുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇനി കുറച്ച് നാൾ കഴിയുമ്പോഴേ വേറെ ചില ആൾക്ക് മനുഷ്യന് എപ്പോഴും ഈഗോ ഉണ്ടല്ലോ, അപ്പൊ ഈ ദേവഭാവത്തിൽ നിൽക്കുന്നവർക്ക് പോലും ഈഗോ ഉണ്ട് അത്യാവശ്യം. അപ്പോ ചിലർ വിചാരിക്കുന്നു അപ്പം മുരുകൻ മാത്രം ഇങ്ങനെ വരുന്നു, എന്നാ പിന്നെ ഗുരുവായൂരപ്പന് ഒരു സൈന്യം വന്നിട്ട് അങ്ങനെ ഒരു ഇതായിക്കൂടെ, അയ്യപ്പനൊരു സൈന്യം വന്നിട്ട് ഇങ്ങനെ ആയിക്കൂടെ, ഇത് പിന്നെ വീണ്ടും പഴയതുപോലെ ഭയങ്കരമായിട്ട് പ്രശ്നമല്ല. ഈ ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്ന് പറഞ്ഞിട്ട് ഈ പലതെല്ലാം ഒന്നാണെന്നാണ് ശരിക്കും ഭാരതീയ വേദാന്തം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഡൈവേർഷൻ ആരാധന അങ്ങ് പറഞ്ഞതുപോലെ ഇത് ലെവൽ ശരിയാണ്, പക്ഷെ ഇത് മാത്രമാണ് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊമോഷൻ അത് ശരിയാണോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അത് മാനസിക തലമാണ്. അതെ അതെ അതെ. മാനസിക തലത്തിന് അതീതമായ ഒരു തലമുണ്ട്, പ്രാണതലം. പ്രാണതലത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം ഒന്നാണ് എന്ന് പറയുന്ന തലത്തിലേക്ക് നമ്മളൊരു ബോധത്തിലേക്ക് എത്തും. അത് ബ്രഹ്മബോധമാണ്. തീർച്ചയായും. അതിലേക്ക് എത്താനുള്ള വഴികളാണ് ഇതെല്ലാം. ഇത് തെറ്റെന്നൊന്നും പറയാൻ കഴിയില്ല. അതിലേക്ക് എത്താനുള്ള വഴികളാണ്. എല്ലാവരും അതിലേക്ക് എത്തട്ടെ. അതെ അതെ അതെ.